അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചീറ്റ് മീൽ. ഇത് ചീറ്റ് മീലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല. ബിക്കോസ് ഒബിയസ്ലി ഞാൻ ആസ് ഹെൽത്തിയർ ആസ് പോസിബിൾ ആണ് ഉണ്ടാക്കി. യൂഷ്വലി ഐ ഈറ്റ് ദ സെയിം ഫുഡ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നൊക്കെ പറയുമ്പം സെയിം ആണ്. ബട്ട് വൺസ് ഇൻ എ വൈൽ, ലൈക്ക് ഇൻ എ വീക്ക്, ഒരു ദിവസം ഞങ്ങൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ്, ഞങ്ങൾ ക്രേവ് ചെയ്യാൻ എന്തെങ്കിലും ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു 80 ഗ്രാം പ്രോട്ടീനുള്ള ഒരു ചൈനീസ് ഡിഷ്, അതായത് ചില്ലി ബീഫും ഫ്രൈഡ് റൈസും. നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ സ്ട്രിപ്സിലോട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് സോയ് സോസ്, കുറച്ച് ഓയിസ്റ്റർ സോസ്, കുറച്ച് വൈറ്റ് പെപ്പർ, കുറച്ച് സോൾട്ടും, കുറച്ച് 1 ടീസ്പൂൺ എടുത്ത് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നമ്മളിനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാൻ പോകും. ഇതിന് പറയുന്ന ടെക്നിക്ക് വെൽവെറ്റിംഗ് എന്നാണ്. ഇത് ഈ മീറ്റ് ഒന്ന് ടെൻഡറൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്കാണ്. ഓക്കെ, ഈ പാൻ നല്ലപോലെ ഹീറ്റായി വരുമ്പം സാധാരണ ന്യൂട്രൽ ഓയിലാണ് ഒഴിക്കേണ്ടത്. പക്ഷേ നമ്മളിവിടെ ഓർഡർ ഇല്ലാത്ത കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ബീഫൊന്ന് നമുക്കൊന്ന് സ്ലൈറ്റ്ലി ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 1 സ്പൂൺ ബീഫ് ടാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോസ് ഉണ്ടാക്കാം. ഇതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിക്കുന്നുണ്ട്. ലേശം ഓയിസ്റ്റർ സോസ്, കുറച്ച് പുളിക്ക് വേണ്ടി വിനെഗർ. ഇനി ഇത് ഓപ്ഷണലാണ്. എനിക്ക് കുറച്ച് സ്വീറ്റ്നെസ് ആവശ്യമായതുകൊണ്ട് ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്തു. യൂഷ്വലി ഷുഗറാണ് ഇടുന്നത്, ഷുഗർ ഇടാൻ താല്പര്യമില്ലാതെ ഇടുക. ഇത് കുറച്ച് വൈറ്റ് പെപ്പർ കൂടെ. ഓക്കെ, ഇനി ഇതൊന്ന് മിക്സ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ ചൈനീസ് കുക്കിംഗ് എല്ലാം ഹൈ ഹീറ്റിൽ പെട്ടെന്നാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്താണ് കുക്ക് ചെയ്യുന്നത്. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, അതുപോലെ ഓണിയൻ, അതേ കുറച്ച് ബീഫും റൈസും കൂടെ എടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട്.